തിരിച്ചുവരവില്ലാത്ത മടക്കയാത്ര. ഉറക്കത്തിൽ നിന്ന് മരണത്തിലേക്ക് ഉണർന്നവർ. ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഓരോ കുടുംബങ്ങളുടെയും പ്രതീക്ഷയായി പ്രവാസത്തിൻ്റെ പ്രയാസത്തിലേക്ക് കടൽ കടന്നവർ. എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനത്തിൽ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളായി ഉറ്റവർക്കരികിലേക്ക് എത്തേണ്ടി വന്ന ഇന്ത്യയുടെ പ്രവാസ പ്രതീകമായി അവർ മാറി. കേരളവും ഇന്ത്യയും ഒറ്റക്കെട്ടായി വികാരവിക്ഷുബ്ധമായ ഹൃദയവേദനയിൽ ഒരുമിച്ച് നിന്ന് യാത്രാമൊഴി നൽകിയപ്പോൾ ലോകമെങ്ങുമുള്ള ഭാരതീയർ കണ്ണുനീർ പൊഴിക്കുകയായിരുന്നു. കുവൈറ്റിലെ NBTC എന്ന മലയാളി വ്യവസായി KG എബ്രഹാമിൻ്റെ കമ്പനിയിലെ തൊഴിലാളികളാണ് 24 മലയാളികൾ ഉൾപ്പെടെ മരണപ്പെട്ട 50ഓളം പേർ. കുവൈറ്റിലെ മംഗഫിലെ ബഹുനില കെട്ടിടത്തിൽ ഏറ്റവും താഴത്തെ നിലയിൽ സെക്യൂരിറ്റി റൂമിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അർദ്ധരാത്രി കഴിഞ്ഞ് വൻ ദുരന്തത്തിലേക്ക് നയിച്ച തീപിടുത്തത്തിന് ഇടയാക്കിയത്. ഉറക്കത്തിനിടെ ആളിപ്പടർന്ന തീയിൽ നിന്നും വിഷപ്പുകയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും 196 താമസക്കാരിൽ 46 ഇന്ത്യക്കാരും 3 ഫിലിപ്പീൻസുകാരും ഉൾപ്പെടെ 49 പേർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 7ഓളം പേർ ചികിത്സയിലാണ്. ഇവരിൽ ചിലരുടെ നില സംശയകരമാണെന്നാണ് റിപ്പോർട്ടുകൾ. ദുരന്തമറിഞ്ഞ ഉടനെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെ അടിയന്തര മന്ത്രിസഭായോഗം ചേർന്ന് കുവൈറ്റിലേക്ക് പോകാനുള്ള ടീമിനെ അവിടെ എത്തിച്ച് കുവൈറ്റ് അമീർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികളുമായും ഇന്ത്യൻ എംബസിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് 48 മണിക്കൂറുകൾക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മരണപ്പെട്ട മുഴുവൻ ഇന്ത്യക്കാരുടെയും മൃതദേഹങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിച്ച് ഔദ്യോഗിക അന്തിമോപചാര ശേഷം അവരവരുടെ ജന്മനാടുകളിലേക്ക് പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോടെ ഉറ്റവർക്ക് കൈമാറിയത്. ജോലിക്കെത്തി 5-ാം ദിനം മരണത്തിൻ്റെ തീനാളത്തിലേക്ക് മൺമറഞ്ഞ ശ്രീഹരി മുതൽ പിതാവിൻ്റെ റിട്ടയർമെൻ്റ് ഏറ്റെടുത്ത് അതേ കമ്പനിയിൽ പ്രവാസം ആരംഭിച്ച സിബിൻ വരെയുള്ള മുഴുവൻ മലയാളികളും ഉള്ളു നിറയെ സ്വപ്നങ്ങളുമായി നാട്ടിലെത്താൻ കാത്തിരുന്നവരാണ്. വീടും വീട്ടുകാരുടെ ക്ഷേമവും മക്കളുടെ പഠനവും തുടങ്ങി സ്വപ്നങ്ങൾ കൊണ്ട് കൊട്ടാരങ്ങൾ നെയ്ത നമ്മുടെ നാടിൻ്റെ ചാലകശക്തിയായിരുന്നു അഗ്നിഗോളങ്ങളിൽ ആയുസ്സറ്റ് പോയവർ. അന്തിമോപചാരമർപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മുടെ രാജ്യത്തിന് തന്നെ സംഭവിച്ച ഒരു വലിയ ദുരന്തമാണ് കുവൈത്തിലുണ്ടായിട്ടുള്ളത്. 50 പേര് മൊത്തം അവിടെ മരണപ്പെട്ടു എന്നാണ് ഇതിനകം വന്നിട്ടുള്ള വിവരം. കേരളത്തിൻ്റെ ജീവനാഡിയായാണ് പ്രവാസികളെ നാം കാണുന്നത്. പ്രവാസ ജീവിതത്തിനിടക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ സംഭവിച്ചത്. അവിടെ മരണപ്പെട്ടവരിൽ 33 പേരുടെ മൃതദേഹമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അതിൽ 23 പേര് കേരളീയരും 7 പേര് തമിഴ്നാട്ടുകാരും ഒരാൾ കർണാടകക്കാരനുമാണ്. നമ്മുടെ സംസ്ഥാനത്ത് സാധാരണഗതിയിൽ പ്രവാസ ജീവിതത്തിനിടക്ക് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരിക്കലും തീരാത്ത രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചിരുന്നത്. ഈ ദുരന്തമുണ്ടായ ഉടനെ കുവൈറ്റ് ഗവൺമെൻറ് ഫലപ്രദമായതും ശക്തമായതുമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഗവൺമെൻറ്റിൻ്റെ തുടർ നടപടികൾ കുറ്റമറ്റ രീതിയിൽ ഉണ്ടാകുമെന്നാണ് നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇത്തരമൊരു ദുരന്ത വിവരം അറിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ശരിയായ രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിദേശകാര്യ സഹമന്ത്രി അവിടെ പോവുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്.
കുവൈറ്റിൽ നിന്ന് ചേതനയേറ്റ് മടങ്ങിയ മുഴുവൻ ഇന്ത്യക്കാർക്കും കാവലായി ഒപ്പമെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. All the hospitals and the directors were there, and I would also like to thank the hospital staff of each hospital that exceptional care is being taken by the hospital staff and the doctors of those patients, and most of them are likely to be discharged in a couple of days. മരണത്തിന്റെ മുറവിളി മാറുന്നതിന് മുൻപ് തന്നെ ഒത്തൊരുമയുടെ നിറം കെടുത്തി രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ചിലരെങ്കിലും മുതലെടുപ്പിന്റെ നിറം കൊടുത്തത് കേരളീയ മനസാക്ഷിക്കേറ്റ മറ്റൊരു മുറിവായി. സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് പോകാനുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ നിഷേധിച്ചെന്ന വിഷയത്തിലായിരുന്നു വിവാദ പരാമർശം. മിഷൻ ഡയറക്ടർ ശ്രീ ജീവൻ ബാബു IAS ഞങ്ങളെ രണ്ടുപേരെയുമാണ് സർക്കാർ ഔദ്യോഗികമായി അയക്കുന്നതിന് തീരുമാനിച്ചത്. സർക്കാരിൻ്റെ പ്രതിനിധിയായി എന്നെ അയക്കുന്നു എന്നുള്ള സർക്കാർ ഉത്തരവിറക്കി കേന്ദ്ര സർക്കാരിനോട് ഇത് സംബന്ധിച്ചിട്ടുള്ള അനുമതി തേടി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ യാത്രാനുമതി കേന്ദ്രം നൽകിയില്ല. പൊളിറ്റിക്കൽ ക്ലിയറൻസ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചീഫ് സെക്രട്ടറി തലത്തിൽ തന്നെ അതുപോലെ ഡൽഹി റെസിഡന്റ് കമ്മീഷണറും ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകളെല്ലാം ഓരോ ടേബിളിൽ നിന്നും മൂവ് ചെയ്യിപ്പിച്ച് അവസാനം ഫൈനൽ ഡിസിഷൻ എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ അത് നൽകപ്പെടാത്ത സാഹചര്യമാണുള്ളത്. അവസാന നിമിഷം വരെ ആ അനുമതിക്ക് വേണ്ടി കാത്തു. ഇത്തരം സാഹചര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനല്ല, പകരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനാണ് ചുമതലയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഈ സമയത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. നിങ്ങളിതിൽ രാഷ്ട്രീയം കാണരുത്. ഓരോ പോസ്റ്റിനും ഓരോ ഡെസിഗ്നേഷനാണ്, അവർക്കോരോ ചുമതലകളുണ്ട്. അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പലപ്പോഴും മുറവിളി കൂട്ടുന്ന കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ഡോക്ടർ S. ജയശങ്കറിൻ്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കലിനെയാണ് ഞാൻ ആദരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇവിടെ MOS അവിടെ ചെന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എന്നാൽ ഇക്കാര്യം വിവാദമാക്കാൻ ആഗ്രഹമില്ലെന്നും കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തുവെന്നും മുഖ്യമന്ത്രി അവസരോചിതമായി കൂട്ടിച്ചേർത്തു. എൻ്റെ അഭിപ്രായത്തിൽ ശരിയല്ലാത്തൊരു സമീപനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു വിവാദത്തിൻ്റെ സമയം അല്ല, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു മന്ത്രിയെ അവിടെ അയക്കാൻ നിശ്ചയിച്ചിരുന്നു. വീണ ജോർജ് ഇവിടെ വരെ വന്നതാണ്. പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അത് ഇപ്പോൾ ഒരു ഗൗരവമായ പ്രശ്നമായിട്ട് ഞാൻ ഉന്നയിക്കുകയല്ല, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യത്തിലാണ്. ഏകോപിതമായ ശ്രമങ്ങളാണ് വേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാം ഏകോപിതമായ മനസ്സോടെ തന്നെ ഈ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇടപെടുകയാണ് വേണ്ടത്. അതിന് കുവൈത്തുമായുള്ള നിരന്തര ബന്ധം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര നിലപാടിൽ വിയോജിപ്പുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ആരോഗ്യമന്ത്രിക്ക് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് കുവൈറ്റിലേക്ക് പോകുന്നതിന് വേണ്ടി കൊടുക്കായിരുന്നു. ഇത്തരം സംഭവങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടാകുക എന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനിടെ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം സംസ്ഥാന സർക്കാരും 2 ലക്ഷം രൂപ വീതം കേന്ദ്ര സർക്കാരും, പ്രമുഖ വ്യവസായി MA യൂസഫലി 5 ലക്ഷം വീതവും, രവിപിള്ള 2 ലക്ഷം വീതവും ആശ്വാസധനവും നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചതും, ഇതിനു പുറമെ കമ്പനി ഉടമ മരണപ്പെട്ട ജീവനക്കാരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ വീതം ധനസഹായവും മരണാനന്തര ചടങ്ങുകൾക്കായി പ്രത്യേക ആശ്വാസധനവും പ്രഖ്യാപിച്ചതായി കമ്പനി പ്രതിനിധികളും വ്യക്തമാക്കി. നമ്മുടെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. തുടർന്നും മറ്റു കാര്യങ്ങളിൽ ഞങ്ങൾ ഈ കുടുംബാംഗങ്ങൾക്കെല്ലാം വേണ്ട സപ്പോർട്ടുകളും കൊടുക്കുന്നതായിരിക്കും. പോലീസ് ആൻഡ് ഫോറൻസിക് റിപ്പോർട്ട് അനുസരിച്ച് ഇതൊരു ഷോർട്ട് സർക്യൂട്ടാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. സെക്യൂരിറ്റി റൂമിൽ ഉണ്ടായതുകൊണ്ടാണ്
അത് സ്മോക്കായിട്ട് മാറി. അപ്പോൾ ഈ സ്മോക്ക് അങ്ങ് സ്പ്രെഡായി. രാത്രിയായിരുന്നു, എല്ലാ ആൾക്കാരും ഉറങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ അവരറിഞ്ഞില്ല. ഉടനടി ഒരു ആശ്വാസധനമായിട്ട് ക്രിമേഷൻ എക്സ്പെൻസ് ഫേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്യാഷ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉടനെ തന്നെ ഒരു 8 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുകൂടാതെ ബാക്കിയുള്ള കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റും, സ്റ്റാൻഡേർഡ് ബെനിഫിറ്റ്സും എക്സ്ട്രാ ഇൻഷുറൻസ് ബെനിഫിറ്റും എല്ലാം ഞങ്ങൾ എല്ലാ വീടുകളിലും വേണ്ട രീതിയിൽ എത്തിക്കും. മലയാളി വ്യവസായി KG എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായതിനാലും 25,000-ഓളം പേർക്ക് തൊഴിൽ നൽകി വരുന്ന വലിയ സംരംഭകനെന്ന നിലയിലും NBTC മരണപ്പെട്ട ജീവനക്കാരുടെ ആശ്രിതർക്ക് തൊഴിൽ നൽകുന്നതുൾപ്പെടെയുള്ള നഷ്ടപരിഹാര പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കുവൈറ്റ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും അർഹമായ നഷ്ടപരിഹാര നടപടികൾ ഉടനുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാരിനെ അവർ അറിയിച്ചിട്ടുമുണ്ട്. എല്ലാ നഷ്ടങ്ങൾക്കും അതീതമാണ് നമ്മെ വേർപെട്ടു പോയ സഹോദരങ്ങളെന്നറിയാമെങ്കിലും അപ്രതീക്ഷിതമായുണ്ടായ അതിദാരുണ സംഭവത്തിൽ ഒറ്റക്കെട്ടായി നിന്നവർക്കും രക്ഷാപ്രവർത്തനത്തിലൂടെ മാതൃക കാട്ടിയവർക്കും വിയോഗത്തിന്റെ വേദനയും ദുഃഖഭാരവും നേരിടുന്ന ഓരോ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ ആ ദുഃഖത്തിലും സങ്കടത്തിലും പങ്കുചേരുകയാണ് VP ടാക്സും. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചല്ല അപകടമുണ്ടായതെന്നും അപ്രതീക്ഷിതമായുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണെന്നും വ്യക്തമാക്കിയ കുവൈറ്റ് അധികൃതരും ഇനി മേലിൽ ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാകാനിടയില്ലാത്ത വിധം സുരക്ഷാ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കുമെന്നും ഇക്കാര്യത്തിൽ കുറ്റമറ്റ അന്വേഷണം ഉടൻ പൂർത്തിയാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുമുണ്ട്.